നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനിടെയായ നിക്ഷേപകർക്ക് പണം എങ്ങനെ തിരികെ കൊടുക്കാൻ കഴിയുമെന്നറിയാൻ താൻ നിയമോപദേശം തേടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ 300ഓളം സഹകരണ ബാങ്കുകൾ ഇടതുപക്ഷ നിയന്ത്രണത്തിലുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലേത് വലിയ കുറ്റകൃത്യമാണ്. പെൺമക്കളുടെ കല്യാണത്തിനും മറ്റുമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് പാവപ്പെട്ടവർ വളരെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയെടുത്ത പണമാണ് ചിലർ തട്ടിയെടുത്തത്. കർഷകരുടെ, കൂലിപ്പണിക്കാരുടെ സമ്പത്താണ് നഷ്ടമായത്. കേരളത്തിലെ ഒരു ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത 90 കോടി രൂപ ED കണ്ടുകെട്ടി. ഇത് തട്ടിപ്പിനിരയായവർക്ക് എങ്ങനെ തിരികെ കൊടുക്കുമെന്നതിൽ താൻ നിയമോപദേശം ആരാഞ്ഞിട്ടുണ്ടെന്ന്, പണം ഏത് വിധേനയും അവർക്ക് മടക്കി നൽകാനാണ് ശ്രമം. പാവങ്ങളുടെ പണം തട്ടിയെടുത്തവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ രാജ്യത്തൊട്ടാകെ കണ്ടുകെട്ടിയത് 17,000 കോടി രൂപയാണ്. ഇത് നിക്ഷേപകർക്ക് മടക്കി കൊടുത്തിട്ടുമുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, സാധാരണക്കാരുടെ ജീവിത പ്രശ്നമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. അഴിമതി വിരുദ്ധ നടപടികളുടെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്റെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണം മോദി നിഷേധിച്ചു. ED പലതരത്തിലുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ, മയക്കുമരുന്ന് മാഫിയകളുടെ, ഇങ്ങനെ പലതും. ED അന്വേഷിക്കുന്ന കേസുകളിൽ വെറും 3% രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടവ. 2014 മുമ്പ് ED 1800 കേസുകളെ രജിസ്റ്റർ ചെയ്തുള്ളൂ. എന്നാൽ 10 വർഷത്തിനിടെ 5000-ത്തിലേറെ അഴിമതി കേസുകളാണ് ED എടുത്തത്. UPA കാലത്ത് വെറും 5000 കോടി രൂപയെ കണ്ടുകെട്ടിയുള്ളൂ. എന്നാൽ 2014 ശേഷം ഇതുവരെ 1.25 ലക്ഷം കോടി രൂപ ED കണ്ടുകെട്ടി. ഇത് രാജ്യത്തിന്റെ സമ്പത്താണ്. ഇത് തെളിയിക്കുന്നത് EDയുടെ കാര്യക്ഷമതയും. അഴിമതി തടയണമെങ്കിൽ ഇത്തരം ഏജൻസികളെ സ്വതന്ത്രമായി വിടണം. അവർ അവരുടെ ജോലി ചെയ്യട്ടെ. ഇതിൽ രാഷ്ട്രീയക്കാർ ഇടപെടരുത്. EDയെ തടയാൻ പ്രധാനമന്ത്രിക്ക് പോലും അധികാരമില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.